ടെക്നിക്കൽ ബ്രേക്ക് ഡൗണിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുത്തേക്കുന്ന സ്റ്റോക്ക് ഏതാണെന്ന് എന്തെങ്കിലും ഗസ് ഉണ്ടോ? ഓക്കെ, ഇന്ന് നമ്മൾ എടുത്തേക്കുന്ന സ്റ്റോക്ക് BPCL എന്നുള്ളതാണ്. അപ്പോൾ ആ സ്റ്റോക്കിൽ എങ്ങനെയാണ് അനാലിസിസ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ എങ്ങനെയാണ് ട്രേഡുകൾ പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വൈകിക്കാതെ തന്നെ സ്ക്രീനിലേക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്തേക്കുന്നത് BPCLന്റെ ചാർട്ടാണ്. അതിൽ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യുക, ഒരു മന്ത്ലി ടൈം ഫ്രെയിം എടുക്കുക എന്നുള്ളതാണ്. മന്ത്ലി ടൈം ഫ്രെയിം എടുക്കുന്ന സമയത്ത് ഇതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലത്തെ റെസിസ്റ്റൻസ് ഏരിയ ഏതാണ്. റെസിസ്റ്റൻസ് ഏരിയ ഈ ഒരു ഏരിയ കാണുന്നില്ലേ, ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് 540 എന്ന് പറഞ്ഞിട്ടുള്ള ആ റീജിയനാണ് ഇവിടുത്തെ സപ്ലൈ സോൺ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയ. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഈ സമയത്ത് 2017 ആ സോൺ 540 അല്ലെങ്കിൽ 550 ആ ഒരു ഏരിയയിൽ നിന്ന് താഴേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് ഓൾമോസ്റ്റ് 250 രൂപ വരെയൊക്കെ താഴേക്ക് വീഴുന്നുണ്ട്. വീണ്ടും എന്താണ്, ഒരു 2019 വീണ്ടും ആ ലെവലിലേക്ക് ഹിറ്റ് ചെയ്തതിന് ശേഷം 550 അല്ലെങ്കിൽ 540 ആ റീജിയനിലേക്ക് എത്തിയതിനു ശേഷം അവിടെ നിന്ന് വീണ്ടും റിജക്ഷൻ അടിച്ച് ഓൾമോസ്റ്റ് 270-260 രൂപയ്ക്ക് വീണ്ടും വരുന്നുണ്ട്. വീണ്ടും ഓൾമോസ്റ്റ് എന്താണ്, ഒരു 2021 ഇതേപോലെ തന്നെ ആ പ്രൈസ് ആ ഒരു ഏരിയയിലേക്ക് വന്നുകൊണ്ട് റിജക്ട് ചെയ്തുകൊണ്ട് താഴേക്ക് പോകുന്നുണ്ട്. അപ്പം 3 വട്ടം റിജക്ട് ചെയ്ത ഏരിയ നമുക്ക് എപ്പോഴാണ്, കഴിഞ്ഞ 2024 ഫെബ്രുവരിക്ക് മന്ത്ലി ടൈം ഫ്രെയിമിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ടാണ് തന്നേക്കുന്നത്. ഇത് നോക്കി താഴേക്ക് നോക്കിക്കേ, വോളിയം കാണുന്നില്ലേ, നല്ല റൈസിങ് വോളിയം അല്ലേ, പ്രൈസ് മേലേക്ക് കയറുന്നു, അതിൻ്റെ കൂടെ വോളിയം മേലേക്ക് കയറുന്നു. അപ്പം എന്താണ്, നല്ല ഹൈ വോളിയത്തിലുള്ള ഒരു ബ്രേക്ക് ഔട്ട് ഏതിൻ്റെ മേലേക്ക്, സപ്ലൈ സോണിൻ്റെ മേലേക്ക് നടന്നും കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഇനി വീക്ക്ലി ടൈം ഫ്രെയിം എടുക്കുക എന്നുള്ളതാണ്. ബ്രേക്ക് ഔട്ട് സ്ട്രോങ് ആണെന്നുള്ളത് ഇതിൽ വ്യക്തമായി. വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് നോക്കുമ്പോൾ ഇതിലെന്താണ് കാണുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഈ ഡ്രോയിങ്സ് ഒക്കെ റിമൂവ് ചെയ്ത് കളയുക. അതിനുശേഷം നോക്കുന്ന സമയത്ത് ഇവിടെ ഈ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഇവിടെ റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് കാണാൻ പറ്റുന്നില്ലേ. ഇത് കുറച്ചും വ്യക്തമായി കാണണമെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോവുക. ഡെയിലി ടൈം ഫ്രെയിമിൽ പോകുമ്പോൾ ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ്. അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്യുക, അതിൻ്റെ സപ്ലൈ സോൺ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഇതാണല്ലോ അതിൻ്റെ സപ്ലൈ സോൺ, അത് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ ഡിമാൻഡ് ഏരിയ ഇതാണ്, ഇതല്ലേ ആ ഒരു ഏരിയ നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ മേലേക്കല്ലേ സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് നൽകിയേക്കണത്, ഇവിടെ കാണുന്നില്ലേ, നല്ല സ്ട്രോങ് ബ്രേക്ക് ഔട്ടാണ് അതിൻ്റെ മേലേക്ക് നൽകിയിട്ട് പ്രൈസ് മേലേക്ക് തന്നെ പൊക്കോണ്ടിരിക്കുന്നത്. നമുക്ക് വോളിയം നോക്കുമ്പോഴും വോളിയം അതിന് മോശമില്ലാത്ത പോലെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ ഓൾറെഡി എന്താ, മന്ത്ലി ടൈം ഫ്രെയിമിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അത് പോരാതെ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നോക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ റേഞ്ച് ഉണ്ടാക്കിയതിന് ശേഷം മാർക്കറ്റ് മേലെ നിന്ന് താഴേക്ക് വന്ന് ബ്രേക്ക് ഔട്ടിന് ശേഷം താഴേക്ക് റീടെസ്റ്റ് നടത്തിക്കൊണ്ട് അതിന് ശേഷം റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ഉണ്ടാക്കി ആ റേഞ്ചിൽ നിന്ന് ഡെയിലി ബേസിസിൽ ക്യാൻഡിൽ വീണ്ടും ബ്രേക്ക് ഔട്ട് നൽകിയിരിക്കുന്ന ഈ മൊമെന്റിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയയിൽ ഒരു എൻട്രി പോകുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് പ്ലേസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കാം, ഈ ഒരു സ്വിങ്ങിന്റെ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഈ ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ ടാർഗറ്റ് എത്രയാണെന്നുള്ളതാണ്. ഓൾറെഡി നമ്മൾ BPCL വീണ്ടും നമ്മൾ മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് നോക്കണം എങ്ങനെയാണ് ടാർഗറ്റ് ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതറിയാനായിട്ട് അപ്പോൾ ഏതാണ് സ്റ്റോപ്പ് ലോസ് മനസ്സിലായി കാണുമല്ലോ. ഈ ഒരു ഏരിയയിൽ ഓൾമോസ്റ്റ് 629, 630 ഏരിയയിൽ ട്രേഡ് എടുക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഒരു 560, ഓൾമോസ്റ്റ് എത്രയാണ്, 11% ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഒരു മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് പോവുക. മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഓൾമോസ്റ്റ് ഒരു ഓൾ ടൈം ഹൈ റീജിയനിലാണ് പ്രൈസ് നിൽക്കുന്നത്. അപ്പോൾ ഓൾറെഡി നല്ല ബുള്ളിഷ് ആയിട്ടുള്ള ചാർട്ടാണ്, കുറേ നാളുകൾക്ക് ശേഷമുള്ള ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൽ നിന്നുള്ള ബ്രേക്ക് ഔട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഏറ്റവും മിനിമം ഒരു 50% നമുക്കിതിൽ ഒരു റിട്ടേൺസ് എക്സ്പെക്റ്റ് ചെയ്യാം. ഏത് BPCLന്റെ കാര്യമാണ് പറയണത്. ഇനി അതല്ല, കുറച്ചും കൂടി സേഫ് ആയിട്ട് രീതിയിൽ, അതായത് റിസ്ക് ഒക്കെ കുറച്ചും കൂടി എന്താ പറയുക, നല്ല ഭംഗിയിൽ കുറച്ചും ഡിഫെൻസീവായി ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. നമുക്ക് എവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി, നമ്മൾ എന്ത് ചെയ്യുക, ഈ ഏരിയ വീണ്ടും മാർക്ക് ചെയ്ത് വെക്കുക. ഏത് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ചെയ്തേ, ഈ ഒരു ഫെബ്രുവരിയിലത്തെ ക്യാൻഡിലല്ലേ. അപ്പോൾ അതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു പൊസിഷണൽ ട്രേഡ് അല്ലെങ്കിൽ എന്താണ് 2, 3, 4 മാസം റൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ട്രേഡിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. പ്രത്യേകം ഓർക്കുക, ഇതൊക്കെ എന്താണ് ഒരു എഡ്യൂക്കേഷണൽ കണ്ടന്റ് എന്ന രീതിയിലാണ് ഇതൊക്കെ പറയണത്. അപ്പോൾ നിങ്ങളൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, നിങ്ങളുടെ അനാലിസിസ് ആയിട്ട് മാച്ച് ആവുന്നുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ചെറിയ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ട്രേഡ് പ്ലേസ് ചെയ്ത് നോക്കുക. ഇതൊരു സജഷൻ മാത്രമാണ്, ഞാൻ എടുക്കുന്ന ട്രേഡുകൾ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ലാന്ന് വീണ്ടും ഞാൻ അറിയിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു സ്റ്റോക്കിൻ്റെ ബ്രേക്ക് ഡൗൺ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. താങ്ക് യു.